ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സായിബാബയുടെ കൂടെ നടന്ന ബാലൻ. സദ്ഗുരു മോഹൻജിയും ബാബയുടെ കൂടെ ജീവിച്ച ശ്രീ ഗണേശാനന്ദ ഗിരി സ്വാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഇത് മിറാക്കുലസ് ഡേയ്സ് വിത്ത് മോഹൻജി അഥവാ മോഹൻജിയോടൊത്തുള്ള അത്ഭുത ദിനങ്ങൾ എന്ന പേരിൽ ശ്രീ രാജേഷ് കാമത്ത് എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഞാൻ മുൻപ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അധ്യായം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കാരണം ഇതേക്കുറിച്ച് നേരത്തെ തന്നെ മോഹൻജി എഴുതിയ ഒരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിരുന്നത് കൊണ്ട് അപ്പോൾ അത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പലരുടെയും ആവശ്യപ്രകാരമാണ് മോഹൻജിയും സായിബാബയുമായിട്ടുള്ള, അതായത് സായിബാബയുടെ ഡിവോട്ടി ആയിട്ടുള്ള ശ്രീ ഗണേശാനന്ദ ഗിരി സ്വാമികളുമായുള്ള ഈ സവിശേഷ ബന്ധത്തെക്കുറിച്ചുള്ള ഈ ഒരു അധ്യായം ഞാൻ വായിക്കുന്നത്. ബന്ധുത്വങ്ങളാണ് ഭൂമിയിൽ മനുഷ്യജീവിതത്തെ സംഘടിപ്പിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. അവ ജീവിതമാകുന്ന വിഭവസമൃദ്ധമായ സദ്യയിൽ ഓരോ വ്യക്തിക്കും പ്രതീക്ഷ ഉയർത്തുന്ന വ്യത്യസ്ത വികാരങ്ങളുടെ സ്വാദ് പ്രത്യേകമായി നൽകുന്നു. ഒരു ജീവിതകാലത്തെ ബന്ധത്തിൻ്റെ ഉറപ്പ് സാധാരണയായി സംസർഗത്തിൻ്റെ ദൈർഘ്യം നോക്കിയാണ് നിർണ്ണയിക്കുന്നത്. എന്നാൽ ചില ബന്ധങ്ങൾ സംസർഗം ചെറുതും ക്ഷണികവുമായിരുന്നാൽ പോലും നിലനിൽക്കുന്ന ധാരണയുണ്ടാകുന്നു. ബാബാജി എന്നാണ് മോഹൻജി സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. തുടർന്ന് മോഹൻജി സമൂഹത്തിൻ്റെയും ബാബ ഗണേശാനന്ദഗിരിയുമായുള്ള ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. ആഴത്തിലുള്ളതും പരിപോഷിക്കപ്പെട്ടതുമായ സ്നേഹവും ബഹുമാനവും ആ 4 മാസം മുഴുവനും നിലനിന്നിരുന്നു. നേരത്തെ പറഞ്ഞ കാലദൈർഘ്യത്തിൻ്റെ ആവശ്യകത തെറ്റാണെന്ന് അത് തെളിയിച്ചു. ബാബ ഗണേശാനന്ദഗിരി ആരായിരുന്നു? സായിബാബയുടെ കൂടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ച അപൂർവം ചിലരിൽ ഒരാൾ. സായിബാബയുടെ ശിഷ്യന്മാരിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി. പ്രായം 107 വയസ്സ്. ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കൽ ജീവിതവ്രതമായിരുന്നു അദ്ദേഹത്തിന്. ഗുരുവിലുള്ള അർപ്പണത്തിനും ഭക്തിക്കും ഒരു മാതൃക. കവചിത പട്ടാള ടാങ്ക് പോലെ ദൃഢമായ ശരീരം. സായിബാബയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അത് മുഖത്ത് നോക്കി പറയാനും മടിയില്ല. മോഹൻജിയിൽ കൂടി അദ്ദേഹത്തിലേക്ക് വന്ന ഞങ്ങളോട് നിരുപാധികമായ സ്നേഹവും വാത്സല്യവും. തൻ്റെ 4/1 പ്രായമില്ലാത്ത അവരെ ലജ്ജിപ്പിക്കുന്ന ചുറുചുറുക്ക്. ഓരോ തവണ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയോ വിളിക്കുകയോ ചെയ്യുമ്പോഴും പ്രവഹിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഉറവിടം. മോഹൻജി ബാബ ഗണേശാനന്ദഗിരിയെ കണ്ടത് 2 ജീവിതകാലങ്ങൾ തമ്മിൽ സായിബാബയുടെ കൃപയാകുന്ന പാലത്തിൽ കൂടി കൂട്ടിയോജിപ്പിക്കപ്പെട്ട ദിവ്യമായ ഒരു ലീലയായിരുന്നു. ജീവിച്ചിരിക്കുന്ന സായിബാബയായി മോഹൻജി കരുതിയ ഈ മഹായോഗിയെ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്ന കഥ പറയാം. 2015 പാലക്കാട്ടെ ഷിർദി സായിബാബ ക്ഷേത്ര ട്രസ്റ്റിമാർ സായിബാബയുടെ സന്ദേശം കേരളത്തിൽ പ്രചരിപ്പിക്കുവാനായി സായി സച്ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുവാൻ നിശ്ചയിച്ചു. ശ്രീ സായി സച്ചരിതം സായിബാബയുടെ ഉത്കൃഷ്ടമായ ജീവിതകഥയെയും അദ്ദേഹം നടത്തിയ എണ്ണമറ്റ അത്ഭുത സംഭവങ്ങളെയും വിവരിക്കുന്നു. ഡോക്യുമെൻ്ററി സായിബാബയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ കൂടിയും അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിച്ച പല വ്യക്തികൾ കൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്നു. അവർ മോഹൻജിയോട് സംരംഭത്തെ അനുഗ്രഹിക്കുവാനും കഥയെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം നൽകുവാനും അഭ്യർത്ഥിച്ചു. സായിബാബയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാനുള്ള ഏതു പദ്ധതിയെയും പ്രോത്സാഹിപ്പിക്കുവാൻ മോഹൻജി എപ്പോഴും തയ്യാറാകുന്നു. അദ്ദേഹം ക്ഷണം സ്വീകരിക്കുകയും ചിത്രീകരണത്തിനായി ഡിസംബർ അവസാനത്തിൽ ഷിർദിയിലേക്ക് എത്തുകയും ചെയ്തു. ഞങ്ങൾ സായിബാബയുടെ പുണ്യപാദങ്ങളെ പിന്തുടർന്ന് നിങ്കാവിലും രാഹടയിലും സാക്കൂറിലും ഷിർദിയിൽ പല സ്ഥലങ്ങളിലും പോയി. സാധാരണയായി ഷിർദി സന്ദർശനത്തിൽ സമാധി മന്ദിരവും ദ്വാരകാമായിയും ചാവടി മുതലായ സമുച്ചയത്തിനകത്തുള്ള സ്ഥലങ്ങളും കൊണ്ട് തീർത്ഥാടകർ തൃപ്തിപ്പെടും. ശ്രീ സായിബാബ പതിവായി പോയിരുന്ന സ്ഥലങ്ങളും അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന മഹൽസാപതി, ശ്യാമ, ഹാജി അബ്ദുൽ ബാബ, ലക്ഷ്മിബായി ഷിൻഡെ, ഡെഗ്ലെ മുതലായവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളും സന്ദർശിക്കുവാൻ കഴിഞ്ഞത് ഓർമ്മയുടെ വഴികളിൽ കൂടിയുള്ള വിസ്മയകരമായ ഒരു പര്യടനമായിരുന്നു. ബാബയുടെ അടുത്ത് പെരുമാറുവാൻ ഭാഗ്യം സിദ്ധിച്ച അപൂർവം ചിലരുടെ പിന്തുടർച്ചക്കാരിൽ നിന്ന് ബാബയുടെ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു.
ഈസ്റ്ററിന് ഒളിപ്പിച്ചു വച്ച മുട്ടകൾ കണ്ടുപിടിക്കുന്ന മത്സരം പോലെയായിരുന്നു അത്. അധികമാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തുകയും ഞങ്ങളേറെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സായിബാബയെ കൂടുതൽ അറിയുകയും ചെയ്യുന്ന ഒരു പര്യവേക്ഷണം. വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ര ലളിതവും നിസ്വാർത്ഥവുമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങളുമായി ബന്ധപ്പെടുവാൻ ഏറെ സഹായിക്കും. ചിത്രീകരണത്തിൻ്റെ അവസാനമാകാറായപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മോഹൻജിക്ക് ഒരു സന്ദേശം വന്നു. അദ്ദേഹം ഉടനെ ഞങ്ങളിൽ ചിലരെ കൂട്ടി ആരെയോ കാണാനായി പുറപ്പെട്ടു. ആരെയാണ് കാണാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് ഒരു അറിവും കിട്ടിയില്ല. ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി സംസ്ഥാനം ദ്വാരകാമായിയും കടന്ന് ഗുരുസ്ഥാനത്തിന് നേരെ നടന്നു. കുറച്ച് തിരിഞ്ഞ് സായി ബാലാജി ഗസ്റ്റ് ഹൗസ് കണ്ടെത്തി. ഗുരുസ്ഥാനിൽ നിന്നുള്ള ഒരു റോഡിൽ നിന്നുള്ള ഒരു ഇടവഴിയിലായിരുന്നു അത്. ഞങ്ങൾക്ക് കാണേണ്ട ആൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. അത് ചിലവ് കുറഞ്ഞ ചെറിയ അത്യാവശ്യങ്ങൾക്കുതകുന്ന ഒരു ഹോട്ടലായിരുന്നു. മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നും മറ്റും രാത്രി യാത്ര ചെയ്തെത്തുന്ന യാത്രക്കാർക്ക് അത് വേഗത്തിൽ പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് സായി മന്ദിരത്തിലേക്ക് പോകുവാനുള്ള കുളിമുറി സൗകര്യങ്ങൾ നൽകുന്നു. 2 കെട്ടിടങ്ങൾക്ക് ഇടയിലുള്ള ചെറിയ സ്ഥലത്തുകൂടി ഞങ്ങൾ നടന്നു. 2 സ്ഥലങ്ങളിലും മോട്ടോർ ബൈക്കുകൾ വച്ചിരുന്നു. ഇവിടെ നിന്ന് ഹോട്ടലിൻ്റെ 3/7 അടി വലിപ്പമുള്ള സ്വീകരണ സ്ഥലത്തേക്ക് എത്തി. സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ജോലിക്കാരൻ പിറകിൽ ഒരു വാതിൽ ചൂണ്ടിക്കാട്ടി. ഒരു ചെറിയ മുറിയായിരുന്നു അത്. മോഹൻജി വാതിലിനടുത്തെത്തിയപ്പോൾ അകത്തുനിന്ന് വരൂ മോഹൻ എന്ന് വിളിക്കുന്നത് കേട്ടു. വാതിൽ തുറന്നപ്പോൾ കാവ്യവസ്ത്രങ്ങൾ ധരിച്ച വൃദ്ധനായ ഒരു സാധു കിടക്കയിൽ കിടന്നിരുന്നു. എതിർവശത്തേക്ക് തിരിഞ്ഞാണ് കിടന്നിരുന്നത്. മോഹൻജിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനായി അദ്ദേഹം പ്രയത്നപ്പെട്ട് എഴുന്നേറ്റിരുന്നു. മോഹൻജി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ച് കിടക്കയ്ക്ക് അരികിൽ നിലത്തിരിക്കാനായി കുനിഞ്ഞു. മോഹൻജി തൻ്റെ അരികിൽ തന്നെ ഇരിക്കണമെന്ന് അദ്ദേഹം സ്നേഹത്തോടെ നിർബന്ധിച്ചു. സാധു സുഖമില്ലാതിരിക്കുകയാണെന്നും അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയുടെ ഹോട്ടലാണെന്നും സ്വീകരണ സ്ഥലത്തുണ്ടായിരുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞു. മോഹൻജി സാധുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചു. തനിക്ക് കഠിനമായ നെഞ്ചെടുപ്പുണ്ടായെന്നും തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു. രോഗനിർണയം ചെയ്ത ശേഷം തന്നെ ഉടനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടത്തണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. ഒരിക്കൽ ആശുപത്രിയിൽ കിടന്നുപോയാൽ അത് തൻ്റെ സ്ഥിരമായ വസതിയാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആസ്പത്രിയിൽ നിന്ന് താൽക്കാലിക ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും സംഭ്രമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി. അദ്ദേഹം വിളർത്തും രോഗിയായും കാണപ്പെട്ടു. ശബ്ദം വളരെ ക്ഷീണിതവും തൊണ്ടയടച്ചതുപോലെയുമായിരുന്നു. സംസാരം ഇടയ്ക്കിടെ ചുമച്ചുകൊണ്ടും നിർത്തിയും പ്രയത്നപൂർവവുമായിരുന്നു. സാധു പിന്നെ തലയിണകൾ സൗകര്യത്തിന് വെച്ച് ചുമരിലേക്ക് ചാരിയിരുന്ന് പുകവലിച്ചു. താൻ ബാബ ഗണേശാനന്ദഗിരി മഹാരാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. മോഹൻജി സ്നേഹപൂർവ്വം ബാബാജി എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. 3 കൊല്ലം മുമ്പ് കോയമ്പത്തൂരിൽ വെച്ച് മോഹനെ കാണുവാൻ സായിബാബ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന് ബാബാജി പറഞ്ഞു. അന്നു മുതൽ താൻ മോഹനെ അന്വേഷിക്കുകയാണ്. മോഹൻ എന്നു പേരുള്ള പലരെയും കണ്ടു. എന്നാൽ അവരൊന്നുമല്ലെന്ന് സായിബാബ പറഞ്ഞു. പിന്നെ അന്വേഷണം നിർത്തി. സായിബാബ തന്നെ തക്ക സമയത്ത് തങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ അവർ കണ്ടുമുട്ടി. മോഹൻജി മുറിയിലേക്ക് വരുന്നതിനു മുമ്പ് തന്നെ ബാബാജി മോഹൻജിയെ തിരിച്ചറിഞ്ഞത് ആശ്ചര്യകരമായിരുന്നു. അദ്ദേഹം സ്നേഹപൂർവ്വം മോഹൻജിയുടെ കൈപിടിച്ചു. സമയം കടന്നുപോകുന്തോറും അദ്ദേഹത്തിൻ്റെ ഉണർവ് സാവധാനം വർദ്ധിച്ചു. ശബ്ദത്തിന് കൂടുതൽ ശക്തിയുണ്ടായി. അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി. അദ്ദേഹം തന്നെക്കുറിച്ചും മഹാഗുരുവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചും ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം സായിബാബയുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 ശിഷ്യന്മാരിൽ ഒരാളാണ്. മറ്റേയാൾ മഹാരാഷ്ട്രയിലെ ഉൾക്കാടുകളിലാണ് താമസം. അവർ തമ്മിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. അദ്ദേഹം എല്ലാ വർഷവും ഷിർദിയിൽ വരാറുണ്ട്. ഡിസംബർ 20 വരും. പുതുവർഷ പിറവിക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് തിരികെ പോകും. ഇത്തവണ പതിവിലും കുറച്ച് നേരത്തെ വന്നു. പുതുവർഷം സായിബാബയുടെ അനുഗ്രഹം വാങ്ങിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും തുടങ്ങുവാനായിരുന്നു ആഗ്രഹം. പുതുവർഷത്തിൻ്റെ തലേദിവസം തൻ്റെ അനുയായികളും അഭ്യുദയകാംക്ഷികളും പരിചയക്കാരും അടങ്ങുന്ന വ്യാപകമായ കുടുംബത്തിനു വേണ്ടി ബാബാജി സായിബാബയോട് പ്രാർത്ഥിക്കും. പിന്നെ സായിബാബയുടെ ഉധിയും ഗുരുസ്ഥാനിൽ നിന്നുള്ള വേപ്പിലയും പാക്കറ്റായി എല്ലാവർക്കും അയക്കും. വേപ്പിലയുടെ സ്വാദ് എപ്പോഴും കയ്പാണ്. എന്നാൽ സായിബാബ ചുവട്ടിലിരിക്കാറുള്ള ഗുരുസ്ഥാനിലെ വേപ്പിൻ്റെ ഇലയ്ക്ക് മധുരമാണ്. സായിബാബയിൽ നിന്നുള്ള ഒരു അത്ഭുതം. കഴിഞ്ഞ വർഷം ബാബാജി സായിബാബയോട് തനിക്ക് സമാധി എടുക്കുവാൻ അനുവാദം ചോദിച്ചിരുന്നു. സായിബാബ തൻ്റെ, അതായത് ബാബാജിയുടെ ജന്മദേശമായ തമിഴ്നാട്ടിൽ ചെന്നൈക്ക് അടുത്ത് തനിക്കായി വലിയ ഒരു സായി ക്ഷേത്രം നിർമ്മിക്കുവാനും അവിടെ സമാധിയെടുക്കുവാനും അദ്ദേഹത്തെ ഉപദേശിച്ചു.
ഷിർഡിയിലെ പ്രധാന സ്ഥാനങ്ങളായ സമാധി മന്ദിരത്തിൻ്റെയും ദ്വാരകാമായിയുടെയും ചാവടിയുടെയും ലെൻഡിബാഗിൻ്റെയും മറ്റും നേർപകർപ്പുകൾ ചേർത്തുകൊണ്ട് ഏറ്റവും വലിയ സായി ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ബാബാജി ആഗ്രഹിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ മോഹൻജിയും സംഘവും എല്ലാ ദിവസവും വൈകുന്നേരം ബാബാജിയെ ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് വളരെ വയ്യായ്ക ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ആസ്പത്രിയിൽ പോയി കിടന്ന് സമയം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് ഒരു മഹാക്ഷേത്രം നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളും സായിബാബയുടെ കഥകളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിക്കുന്ന ഉടനെ ബാബാജി ഒരു ചെറിയ സ്റ്റീൽ പെട്ടിയിൽ നിന്ന് സായിബാബയുടെ ഉധിയെടുത്ത് ആദ്യം മോഹൻജിയുടെ നെറ്റിയിലും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റികളിലും തേക്കും. പിന്നെ കാപ്പി വരുത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കപ്പ് കാപ്പി തരും. അത് ഞങ്ങൾക്കുള്ള പ്രസാദമായിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി സായിബാബയുടെ കഥാമൃതവും തരും. തൻ്റെ മന്ത്രം ഓം ശ്രീ സായി ശരണം മമ, അതായത് ശ്രീ സായിയാണ് എനിക്ക് ശരണം എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ശ്വാസത്തിലും അദ്ദേഹം അത് ഉരുവിട്ടിരുന്നു. ഞങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പ്രാവശ്യം ആ മന്ത്രം ചൊല്ലിച്ചു. ഞങ്ങൾക്കത് ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. മോഹൻജി ഒരു സംഭാഷണത്തിൽ ആവൃത്തിയിൽ, അതായത് തരംഗദൈർഘ്യത്തിൽ വരുന്ന മാറ്റം കൊണ്ട് ലോകത്തിലെ 1/3 ഭാഗം ജീവികൾ മനുഷ്യർ മാത്രമല്ല തുടച്ചു നീക്കപ്പെടുമെന്ന് പറഞ്ഞു. ബാബാജി അതിനോട് യോജിച്ചു. വർദ്ധിച്ച അത്യാഹിതങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, സുനാമികൾ, ഭൂകമ്പങ്ങൾ, ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിതമായ യുദ്ധങ്ങൾ, സ്പർദ്ധകൾ, ഭീകരപ്രവർത്തനങ്ങൾ മുതലായവ ഭയാനകങ്ങളായ അത്യാപത്തുകളായി പ്രവചിക്കുകയും ചെയ്തു. അദ്ദേഹത്തെപ്പറ്റി കൂടുതലറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് വളരെ അടുത്തു. പാദങ്ങളും കാലുകളും മുതുകും തലോടുക, ഊർജ്ജ കൈമാറ്റം, അസുഖം കുറയ്ക്കുവാനുള്ള മറ്റു മാർഗങ്ങൾ എന്നിവയും ബാബാജിക്ക് കുറച്ചെന്തെങ്കിലും സുഖം നൽകുവാനുള്ള എന്തും ശ്രമിക്കാൻ ഞങ്ങൾ തുടങ്ങി. ബാബാജി അതെല്ലാം അനുവദിച്ചു തന്നു. 1 നൂറ്റാണ്ടിലധികം പിന്നിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ ആരെയും തൻ്റെ അടുത്തിരിക്കുവാനോ തൻ്റെ ദേഹത്തോ പാദത്തിലോ തൊടുവാനോ അനുവദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ സംഘത്തിന് ഈ വിശേഷ അവകാശം കിട്ടിയത് എന്തെന്നാൽ അദ്ദേഹത്തോട് സായിബാബ പറഞ്ഞിരുന്നു, തേരാ നഖ്ര നഹി മാങ്താ ഹേ, എനിക്ക് തൻ്റെ ബാലിശമായ ക്രോധാവേശമൊന്നും കാണണ്ട. മോഹൻജിയുടെ ആളുകൾ എൻ്റെ കുട്ടികളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുക. ബാബാജി ഇതുകൂടി പറഞ്ഞു, ഈ ഹോട്ടലിന് പുറത്തുള്ള വഴികളിൽ കൂടി ഞാൻ നടക്കുന്നു. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആരും എന്നോട് സംസാരിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ വളരെ കാലമായുള്ള ഉറച്ച ബന്ധം അദ്ദേഹവുമായി ഉള്ളതുപോലെ ഞങ്ങൾ അദ്ദേഹത്തോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറി. പിന്നീട് മോഹൻജിയുടെ മകളായ മിലയുടെ കൂടെ ഒരു കുട്ടിയെപ്പോലെ കളിക്കുകയും മില വരച്ച കാർട്ടൂണുകൾ ശിശുതുല്യമായ ആഹ്ലാദത്തോടെ കാണുകയും ചെയ്യുമായിരുന്നു. മോഹൻജിയും ബാബാജിയും തമ്മിലുള്ള ബന്ധം ഹൃദ്യമായിരുന്നു. നിരുപാധികമായ സ്നേഹബന്ധം. അദ്ദേഹം മോഹൻജിയുടെ കൈ മുറുകെ പിടിക്കും. മോഹൻജി സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചും പുറവും തലോടും. മോഹൻജി രാത്രിയിൽ കാണാൻ വരുമ്പോഴെല്ലാം അദ്ദേഹം ശ്വാസം മുട്ടുകയും കഷ്ടപ്പെട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുകയുമായിരിക്കും. ഷിർദിയിലെ താമസത്തിൻ്റെ അവസാന ദിവസം യാത്ര പറയുവാനായി ഞങ്ങൾ ബാബാജിയെ കാണുവാൻ പോയി. ബാബാജി എഴുന്നേറ്റിരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമായതായി ഞങ്ങൾ അറിഞ്ഞു. നെഞ്ചിൽ കഫം നിറഞ്ഞിരുന്നു. കൂടെ കൂടെ കഠിനമായ ശ്വാസം മുട്ടലുണ്ടാകുമായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പുകവലിച്ചിരുന്നു. അത് അല്പം പോലും സഹായകമായിരുന്നില്ല. മോഹൻജിയുടെ സഹായത്തോടെ അദ്ദേഹം പ്രയത്നപ്പെട്ട് എഴുന്നേറ്റിരുന്നു. മോഹൻജി അദ്ദേഹത്തിൻ്റെ നെഞ്ചും പുറവും തിരുമ്മി. അദ്ദേഹം മോഹൻജിയെയും ഞങ്ങളെയും പിന്നെയും പിന്നെയും അനുഗ്രഹിച്ചു. ചെന്നൈക്കടുത്ത് ശ്രീ പെരുമ്പതൂരിൽ അദ്ദേഹം നിർമ്മിക്കുവാൻ പോകുന്ന സായിബാബ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് വരുവാൻ മോഹൻജിയെ ക്ഷണിച്ചു. സായിബാബയുടെ ഉധിയും ഗുരുസ്ഥാനിൽ നിന്നുള്ള വേപ്പിലയും മോഹൻജിക്ക് അയച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. മോഹൻജി ബാബാജിയോട് ആസ്പത്രിയിലേക്ക് പോകുവാൻ ശക്തിയായി നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ആസ്പത്രിയിൽ ബാബാജിക്ക് ആവശ്യമായ എന്ത് സഹായവും താൻ ചെയ്യാമെന്നും മോഹൻജി പറഞ്ഞു. ഒടുവിൽ പോരേണ്ട സമയമായപ്പോൾ വലിയ ഹൃദയവേദനയോടെ ആയിരുന്നു പിരിഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് കേവലം 4 ദിവസമേ ആയിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം ഞങ്ങളിൽ ചൊരിഞ്ഞ സ്നേഹം ഞങ്ങളെ അദ്ദേഹവുമായി അത്രയധികം ശക്തമായി ബന്ധിച്ചു. അത് അദ്ദേഹത്തെ അവിടെ വിട്ടുപോരുന്നത് ഞങ്ങൾക്ക് വളരെ ദുഃഖകരവുമാക്കി. അതിലുപരി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിട്ടുപോകുന്നതിൽ ഞങ്ങളെ കൂടുതൽ ഉത്കണ്ഠിതരാക്കി. ഹോട്ടലിലുള്ളവർ തന്നെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളുമെന്ന് ബാബാജി ഞങ്ങളെ സമാധാനിപ്പിച്ചു. അവർ ആസ്പത്രിയിൽ കൊണ്ടുപോകുകയും അവിടെ ശുശ്രൂഷിക്കാനായി നിൽക്കുകയും ചെയ്യും. ഒടുവിൽ ഞങ്ങൾ ബാബാജിയോട് വിട പറഞ്ഞ് തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോയി. മോഹൻജിയും കൂടെ ഞങ്ങളിൽ ചിലരും പൂനെയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്ക് മോഹൻജി
അസുഖം ബാധിച്ച് കിടപ്പിലായി. ബാബാജിയുടെ അതേ രോഗലക്ഷണങ്ങളായിരുന്നതുകൊണ്ട് അദ്ദേഹം ബാബാജിയുടെ രോഗത്തിൽ ഒരു പങ്ക് ഏറ്റെടുത്തതായി ഞങ്ങൾ ഊഹിച്ചു. അന്ന് രാത്രി ബാബാജി വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അസുഖം വർദ്ധിച്ചുവെന്നും പിറ്റേ ദിവസം ആസ്പത്രിയിൽ കിടത്തുമെന്നും അറിയിച്ചു. അദ്ദേഹത്തെ സഹായിക്കുവാനായി ഒരാളെ ഉടനെ അയക്കാമെന്ന് മോഹൻജി ഉറപ്പു നൽകി. ബാബാജിയുടെ അനുയായിയായ ഹോട്ടൽ ഉടമസ്ഥനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. താൻ തന്നെ പിറ്റേ ദിവസം ബാബാജിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുമെന്നും തൻ്റെ ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നും വേറെ ആളെ അയക്കേണ്ട ആവശ്യമില്ലെന്നും ഹോട്ടൽ ഉടമ പറഞ്ഞു. മോഹൻജി അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ബാബാജി അധികം വൈകാതെ തൻ്റെ ശരീരം ഉപേക്ഷിച്ചെന്നും വരാം. ദിവ്യപുരുഷന്മാർ സമാധിയെടുത്തതിന് ശേഷവും തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. സമാധിയായതിനു ശേഷം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി അനുസരിച്ച് അവരുടെ സമാധി സ്ഥലം ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എവിടെ വേണം, വിന്യാസം, അതായത് എങ്ങനെ, ഇരുന്ന്, നിന്ന്, കിടന്ന് വേണം, എവിടേക്ക് തിരിഞ്ഞു വേണം മുതലായ എല്ലാ വിശദാംശങ്ങളും ആ ദിവ്യപുരുഷൻ ശരീരത്തോടെ ഉള്ളപ്പോൾ തന്നെ രേഖപ്പെടുത്തി വയ്ക്കണം. സമാധിയാകുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ സമാധി സ്ഥലം നിർമ്മിച്ച വിഠൽ ബാബാജിയുടെ മാതൃക അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് സന്ദർശിച്ച് എല്ലാം വേണ്ട വിധത്തിലായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ അന്ന് അദ്ദേഹം മോഹൻജിയോട് ആവശ്യപ്പെട്ടു. സമാധിയിൽ ഇരുത്തുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന മറ്റൊരു യോഗിയുടെ ഉദാഹരണവും മോഹൻജി പറഞ്ഞു. ശിഷ്യന്മാരെയും അനുയായികളെയും വ്യാകുലരാക്കിക്കൊണ്ട് കുടുംബക്കാർ യോഗിയുടെ ശരീരം ദഹിപ്പിച്ചു. യോഗിയുടെ ഇംഗിതം എന്തായിരുന്നു എന്നതിന് ഒരു രേഖയും ഉണ്ടായിരുന്നില്ല. സമാധിക്ക് ശേഷമുള്ള യോഗിയുടെ സഞ്ചാരത്തെയും പ്രവർത്തനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ഷിർദിയിലുള്ള ബാബാജിയുടെ അനുയായികൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ സാധ്യതയില്ല. മോഹൻജി എന്നോട് ഷിർദിയിലേക്ക് പോകുവാൻ പറഞ്ഞു. എനിക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് ജീവരക്ഷയ്ക്ക് ഉതകുന്ന ലൈഫ് ലൈനുകൾ കിട്ടുമായിരുന്നു. ഒരു ഗുരുവിനെ വിളിക്കൂ, മോഹൻജി പറഞ്ഞു. എന്നെ സേവിക്കുന്നത് പോലെ ബാബാജിയെയും സേവിക്കൂ. അദ്ദേഹത്തിൻ്റെ അസുഖം മുഴുവനായി മാറി എഴുന്നേറ്റ് നടക്കാൻ കഴിവുണ്ടാകുന്നതുവരെ കൂടെ താമസിക്കൂ. അദ്ദേഹം തുടർന്നു. ആസ്പത്രി ചിലവുകളെപ്പറ്റി ആശങ്ക വേണ്ട. വേണ്ടി വന്നാൽ നമ്മൾ തന്നെ എല്ലാം ഏറ്റെടുക്കും. ബാബാജിയെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പോ അതിനുശേഷമോ സമാധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രത്യേക താല്പര്യങ്ങളും അറിയുവാൻ അവസരം കണ്ടെത്തണമെന്നും എന്നെ പ്രത്യേകം ഏൽപ്പിച്ചു. ഒടുവിൽ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. ഗുരുതര രോഗവുമായി ആസ്പത്രിയിലേക്ക് പോകുന്ന ഒരാളോട് അയാളുടെ സ്മാരകശിലയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത് പോലെയായിരുന്നു അത്. പ്രായം കുറയായിട്ടുണ്ടെങ്കിലും ഒരു കവചിത ടാങ്ക് പോലെ നിർമ്മിക്കപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. അദ്ദേഹം ഒന്ന് ആഞ്ഞ കൈവീശിയാൽ എൻ്റെ സമാധി താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കേണ്ടി വരും. മോഹൻജി അത് നിസ്സാരമാക്കി തള്ളി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു യോഗി കാര്യമാത്ര പ്രസക്തനായിരിക്കും, വികാരാധീനനാകുകയില്ല. ചോദിക്കൂ, അദ്ദേഹത്തിന് അത് മനസ്സിലാകും. വേവലാതിപ്പെടേണ്ട, ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും എന്ന ഉറപ്പോടെ അദ്ദേഹം എന്നെ ഷിർദിയിലേക്ക് അയച്ചു. ഞാൻ വേഗത്തിൽ യാത്രാസാധനങ്ങൾ പാക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഷിർദിക്ക് ആദ്യം കിട്ടുന്ന ബസ്സിൽ പോകാനായി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. ഭാഗ്യവശാൽ സ്ലീപ്പർ ബസ് കിട്ടി. കിടന്ന് യാത്ര ചെയ്യാം. ഞാൻ ആലോചിച്ചു, എന്തെല്ലാം ആശ്ചര്യകരമായ സംഭവങ്ങൾ. ഇനി എന്തെല്ലാമായിരിക്കും. അധികം ഉറക്കം കിട്ടിയില്ല. വെളുപ്പിന് 2 മണി കഴിഞ്ഞ് ഷിർദിയിലെത്തി. ഞാൻ ബസ്സിൽ നിന്നിറങ്ങി പതിവുള്ള സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയാണ് എന്നെ ഇറക്കിയതെന്ന് മനസ്സിലാക്കി. ഇനി എൻ്റെ ബാഗും വലിച്ചുകൊണ്ട് നിരപ്പല്ലാത്ത റോഡിൽ കൂടുതൽ ദൂരം ഞാൻ യാത്ര ചെയ്യണം. ഞാൻ മനസ്സുകൊണ്ട് ചില തിരഞ്ഞെടുത്ത ശാപവാക്കുകൾ ബസ്സുകാർക്ക് നേരെ അയച്ചു. അല്പദൂരം നടന്നതിന് ശേഷം ഞാൻ സാഹചര്യവുമായി സമാധാനം സ്ഥാപിച്ചു. നല്ല ചൂടുള്ള ചായയും ഒരു പുകവലിയും. പിന്നെ ഞാൻ എനിക്ക് പോകേണ്ട ഹോട്ടൽ എവിടെയാണെന്ന് ചായക്കാരനോട് ചോദിച്ചു. എന്തൊരു അത്ഭുതം! ഞാൻ ബസ്സിറങ്ങിയ സ്ഥലത്തിന് നേരെ എതിർവശത്തായിരുന്നു ഹോട്ടലിലേക്കുള്ള വഴി. വിസ്മയകരമായിട്ട് ബസ്സുകാർ എന്നെ ഇറക്കിയത് ബാബാജിയുടെ ഹോട്ടലിന് ഏറ്റവും അടുത്തായിരുന്നു. ചോദിക്കാതെ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ നിഴലിനെയാണ് ഞാൻ ശപിച്ചത്. നമ്മുടെ അജ്ഞത കൊണ്ട് നാം മാറ്റങ്ങൾ, മനുഷ്യർ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ മുതലായവയെ എല്ലാം ചെറുക്കുന്നു. അവ വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്തെന്നറിയുന്ന മഹാശക്തി നമ്മളിൽ ചൊരിയുന്ന നിർഭാഗ്യങ്ങളായി ആദ്യം തോന്നുന്ന അനുഗ്രഹങ്ങളായിരിക്കാം. ഒരു ചെറിയ നടത്തം. ഞാൻ ഹോട്ടലിന് മുന്നിലെത്തി. അവിടം ശാന്തവും നിശബ്ദവുമായിരുന്നു. സ്വീകരണ ഡെസ്കിന് മുകളിൽ പ്രകാശിച്ചിരുന്ന വിളക്ക് പരിസരത്തെല്ലാം വെളിച്ചം പരത്തിയിരുന്നു. വെളുത്തവാവിന് അടുത്ത ഒരു ദിവസവും തെളിഞ്ഞ ആകാശവുമായിരുന്നു. എല്ലാം നല്ലതുപോലെ കാണാം. ഡെസ്കിന് പിന്നിൽ താൽക്കാലിക കിടക്കയിൽ ഒരു ജീവനക്കാരൻ ഗാഠനിദ്രയിലായിരുന്നു. ബാബാജിയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടന്നു. അദ്ദേഹം കിടക്കയിൽ കിടക്കുന്നത് കാണാമായിരുന്നു. തൊണ്ടയടച്ച ശ്വാസോച്ഛ്വാസം പരിസരത്തെല്ലാം കേൾക്കാമായിരുന്നു. അദ്ദേഹത്തെ ഉണർത്താൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ
പുറത്തു നിൽക്കുവാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഉണരുമ്പോൾ എന്നെ കാണട്ടെ. ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ കാത്തുനിന്നു. അല്പം കഴിഞ്ഞ് ബാബാജി ഉറക്കെ ചോദിച്ചു, കോൻ ഹേ വഹാം? ആരാണവിടെ? അത് ഓർക്കാപ്പുറത്തായിരുന്നു. അദ്ദേഹം തിരിഞ്ഞു കിടന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ അറിഞ്ഞില്ല. മോഹൻജി എന്നെ അയച്ചതാണ് എന്നോ മറ്റോ അവ്യക്തമായി പറഞ്ഞ് ഞാൻ മുറിക്ക് നേരെ നടന്നു. അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, അന്തർമത്താന ബാഹർ ഹി രഹോ. അകത്ത് വരരുത്, പുറത്തു തന്നെ നിൽക്കൂ. ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു അത്. ഞാൻ പെട്ടെന്ന് അവിടെ കിടന്നിരുന്ന കസേരയിലേക്ക് മടങ്ങി, ശബ്ദമുണ്ടാക്കാതെ. അത് ബാബാജിയുടെ കാഴ്ചയിൽ നിന്ന് നീക്കിയിട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഉറക്കമൊഴുക്കിൽ തുടരാമെന്ന് തീരുമാനിച്ചു. നേരം വെളുക്കട്ടെ. ഞാൻ സമാധിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ചോദിച്ച് അറിയണമെന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കണക്കിന് ഞാൻ എൻ്റെ സമാധി താല്പര്യങ്ങൾ എഴുതേണ്ടി വരും. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കാര്യമായ ജോലിയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത്ര പരിഗണന നേടിയിട്ടില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചു കിടക്കണം. കിടക്കിലായിരിക്കും ഒരു പക്ഷേ എൻ്റെ ഒരേയൊരു നിർദ്ദേശം. കഴിയുമെങ്കിൽ സുഖപ്രദമായ ഒരു മെത്തയിൽ. എന്തായാലും ഇങ്ങനെയുള്ള ആകസ്മികമായ വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടും തള്ളവിരലുകൾ പിടിച്ചുകൊണ്ടും നാമം ജപിച്ചുകൊണ്ടും ഞാൻ സമയം ചിലവഴിച്ചു. എതിർവശത്തെ ചുമരിൽ വൈദ്യുതി മീറ്ററിന് മുകളിൽ ഒരു പൂമാല നിഗൂഢമായ തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുടയുടെ അല്ലെങ്കിൽ ഒരു വിധാനത്തിൻ്റെ കീഴിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന താടിയുള്ള ഒരു സന്യാസിയുടെ ആകൃതിയിലായിരുന്നു അത്. ആരോ ബാബാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരായിരിക്കും അത്? മോഹൻജിയാണോ? എന്തുമാകട്ടെ, എൻ്റെ ജോലി ബാബാജിയെ സുരക്ഷിതമായി സമാധിയിലെത്തിക്കുക എന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അന്ത്യവിധി സാഹചര്യങ്ങളിൽ കൂടിയെല്ലാം കടന്നുപോയപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബാബാജി അനങ്ങുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. പുറത്ത് എൻ്റെ നിഴൽ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ബാഹർ കോൻ ഹേ? പുറത്താരാണ്? ഇത്തവണ ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞു. അങ്ങയുടെ കൂടെ നിൽക്കുവാൻ മോഹൻജി എന്നെ അയച്ചതാണ്. ഉടനെ അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിപ്പിച്ച് അകത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് അരികിൽ നിലത്തിരുന്നു. നിലത്ത് വലിയ തണുപ്പായതുകൊണ്ട് കസേരയിലിരിക്കുവാൻ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. എൻ്റെ യാത്രയെപ്പറ്റി ചോദിച്ചു. ഉറങ്ങുവാൻ ഒരു മുറി എടുക്കണമോ എന്ന് അന്വേഷിച്ചു. എനിക്ക് ഉറങ്ങേണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊള്ളാമെന്നും ഞാൻ പറഞ്ഞു. ഒരു നീണ്ട യാത്ര കഴിഞ്ഞെത്തിയതല്ലേ, പ്രഭാതകൃത്യങ്ങൾ കഴിക്കുവാൻ എന്നോട് പറഞ്ഞു. സ്വീകരണ സ്ഥലത്ത് ഉറങ്ങിയിരുന്ന ജീവനക്കാരനെ വിളിച്ചുണർത്തി അദ്ദേഹം എനിക്ക് ഒരു മുറി ഏർപ്പാട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഒരു നല്ല മുറി വേണമോ എന്ന് അയാൾ ചോദിച്ചു. അത് ആവശ്യമില്ലെന്നും എനിക്ക് കുളിയും മറ്റും കഴിക്കുകയേ വേണ്ടതുള്ളൂ എന്നും ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലെടുത്ത് അയാൾ എനിക്ക് താഴെ പിറകിലുള്ള ഒരു മുറിയുടെ താക്കോൽ തന്നു. അത് ഹോട്ടൽ ജീവനക്കാരും ഒരുപക്ഷെ അയൽവക്കത്തെ വീടുകളിലെ പകുതി പേരെങ്കിലും ഉപയോഗിക്കുന്ന മുറിയായിരിക്കണം. പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു അത്. കുളിമുറിയിൽ നടക്കുന്നത് കുഴിബോംബുകൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു പ്രദേശത്തുകൂടി നടക്കുന്നത് പോലെയായിരുന്നു. കുളിക്കെടുത്ത് അത്ര സമയം തന്നെ ഞാൻ കുളിമുറി വൃത്തിയാക്കുവാനും എടുത്തിരുന്നു. ചുറ്റുപാടുമുള്ള വസ്തുക്കളെ തൊടാതെ കഴിയുന്നത്ര അകലം പാലിക്കുവാനും ഞാൻ ശ്രദ്ധിച്ചു. ആ ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വീകരണ സ്ഥലത്തിന് പുറത്ത് എൻ്റേതായ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നേരം വെളുക്കുന്നത് വരെ ബാബാജിയെ ശല്യപ്പെടുത്താതെ ഇരിക്കുവാനായി എൻ്റെ കസേര ദൂരെ കണ്ണിൽപ്പെടാത്ത ഒരിടത്തിടാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മോഹൻജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലെടുത്ത ഞാൻ ബാബാജി ഏത് നിമിഷവും ഞങ്ങളെ വിട്ടുപോയേക്കുമെന്നുള്ള ഉത്കണ്ഠയിലായിരുന്നു. എൻ്റെ ശ്രദ്ധ ബാബാജിയെ സമാധിയിലേക്ക് കൊണ്ടുപോകുന്നതിലായിരുന്നു. ഹോട്ടലിൽ എത്തിയ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ശ്വസനത്തിൻ്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പതുക്കെയാകുന്നുണ്ടോ, നിന്നു പോകുന്നുണ്ടോ? കുളിമുറിയിൽ ആയിരുന്നപ്പോൾ പോലും ഞാനത് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് വൃത്തി കുറഞ്ഞതായിട്ടു കൂടി ആ കുളിമുറി ഉപയോഗിക്കുവാൻ ഞാൻ തയ്യാറായത്. മോഹൻജിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെയും പോലെ എൻ്റെ ഈ യാത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലും ഉദ്ദേശിച്ചിരുന്നതിലും നിന്ന് വ്യത്യസ്തമാകുവാൻ പോകുകയായിരുന്നു. ഒടുവിൽ നേരം പുലർന്നു. തട്ടിയും മുട്ടിയും നീങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം. ഇടയ്ക്കിടെയുള്ള ചുമയുടെ നീണ്ട ആവർത്തനങ്ങൾ. ഉയർന്ന പനിയുണ്ടായിരുന്നു. ബാബാജി വളരെ ദുർബലനായിരുന്നു. അദ്ദേഹം ഹോട്ടൽ ജീവനക്കാരനോട് എന്നെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു. എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. ഒട്ടും സുഖമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആസ്പത്രിയിൽ പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. സഹായത്തിന് ഞങ്ങൾ കൂടെ നിന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഓട്ടോറിക്ഷയിലും ഹോട്ടലുകാർ പിന്നാലെ ഒരു മോട്ടോർ സൈക്കിളിലും വന്നു. ആസ്പത്രിയിൽ അദ്ദേഹത്തെ ഒരു വീൽചെയറിലിരുത്തി പ്രവേശനത്തിനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്കായി അവിടെ കിടത്തി. ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയെയും കൊണ്ട് തിടുക്കപ്പെട്ട് കയറി വന്നു. ഡോക്ടർമാർ ഉടനെ അവരെ ബാബാജിയുടെ മുന്നിലുള്ള കിടക്കയിൽ കിടത്തി ഒരു ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ച് ആ സ്ത്രീയുടെ ഹൃദയത്തെ വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞതായി അവർ അറിയിച്ചു. ആ സ്ത്രീയുടെ ആത്മാവിന് ദൈവാനുഗ്രഹം ലഭിക്കട്ടെ, നിത്യശാന്തി ലഭിക്കട്ടെ
എന്തായാലും നാം ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച ഒരാൾ ഇഹലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നതാണ്. ഏറ്റവും മിതമായി പറഞ്ഞാൽ അത് അസ്വസ്ഥജനകമാണ്. ഈ സംഭ്രമിപ്പിക്കുന്ന സംഭവത്തെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി ബാബാജിയുടെ പരിശോധനകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർത്ത് അദ്ദേഹത്തെ ICUയിലേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഡോക്ടർമാരുടെ പിന്നാലെ കൂടി. കുറച്ചുകൂടി സമയമെടുത്ത് ഒടുവിൽ ബാബാജി ICUയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് മുമ്പും ഉച്ച കഴിഞ്ഞുമുള്ള സമയം ഞാൻ ബാബാജിയുടെ അഡ്മിഷൻ രേഖകൾ ക്രമത്തിലാക്കുവാനും രജിസ്ട്രേഷൻ്റെ ഔപചാരികതകൾ തീർക്കുവാനുമായി ചെലവാക്കി. ബാബാജി അധിക സമയവും കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇളനീർ കുടിക്കുവാനോ ആസ്പത്രി ഭക്ഷണത്തിനായോ എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യും. ഡോക്ടർമാർ കൃത്യമായി രോഗം നിർണയിച്ചിരുന്നില്ല. ശരീരപ്രവർത്തനങ്ങൾക്ക് സ്ഥിരത വരുത്തുവാനായി രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കിടെ ICUവിൽ ബാബാജിയുടെ വിവരം അന്വേഷിച്ചിരുന്നു. ഞങ്ങളുടെ സംഭാഷണം അധികവും ആംഗ്യങ്ങളും കുറച്ച് വാക്കുകളുമായി പരിമിതമായിരുന്നു. സമാധി താൽപ്പര്യങ്ങളെക്കുറിച്ച് ചോദിക്കണമെന്നുള്ള വിചിത്ര ചിന്ത ഇടയ്ക്ക് ഉയർന്നുവരും. സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് അനന്തര നടപടി ഉണ്ടായില്ല. ICUവിൽ കിടക്കുന്നത് തന്നെ ദുഃഖകരമായിരുന്നു. മറ്റു രോഗികളെല്ലാം ക്ലേശം അനുഭവിക്കുകയായിരുന്നു. പലർക്കും ദേഹത്തിൻ്റെ പല ഭാഗങ്ങളിലും കുഴലുകൾ ഘടിപ്പിച്ചിരുന്നു. ചിലർ വളരെയധികം പോഷകക്കുറവ് കാണിച്ചിരുന്നു. ഒരാൾ എപ്പോഴും ഞരങ്ങിക്കൊണ്ടിരുന്നു. ഓരോ തവണ അതിന് അകത്തു പോകുന്നതും വിഷാദകരമായിരുന്നു. ബാബാജിക്കും അവിടം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നി. 3-ാം ദിവസം രാവിലെ ബാബാജി പ്രാതലിന് ഉരുളക്കിഴങ്ങ് വട വേണമെന്ന് പറഞ്ഞു. ഇതാദ്യമായാണ് ബാബാജി ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് സ്വാഗതാർഹമായ ലക്ഷണമായിരുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന വിശപ്പ് രോഗം ഭേദപ്പെടുന്നതിൻ്റെ സൂചനയാണ്. ഉരുളക്കിഴങ്ങ് വട നല്ല രുചികരവും രസകരവുമാണ്. മോഹൻജിക്കും അത് വളരെ ഇഷ്ടമാണ്. നല്ല വട എപ്പോഴും റോഡരികിലുള്ള ചെറിയ ചായക്കടകളിലാണ് കിട്ടുക. പാചകക്കാരൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന വിയർപ്പും അഴുക്കും ഉപയോഗിക്കുന്ന നിലവാരം കുറഞ്ഞ പാചക സാധനങ്ങളുടെ ആധിക്യവും കടയിലെ ശുചിത്വക്കുറവും വടക്ക് കിട്ടുന്ന അധിക വീര്യവും തമ്മിൽ അസാധാരണവും നേരിട്ടുള്ളതുമായ പരസ്പര ബന്ധവുമുണ്ട്. ഈ പരസ്പര ബന്ധം കൂമ്പി വരുന്നു. ഒരു പരിധിയെത്തുമ്പോൾ വയറിളക്കം വരികയും വട തിന്നവനെ മിക്കവാറും ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നു. ഏത് കടയാണ് ഏറ്റവും വിശ്വസിക്കാവുന്നത് എന്ന് കണ്ടുപിടിക്കുക ഒരു ലളിതകലയാണ്. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായി ഉപയോഗിച്ച് നേടേണ്ട ഒന്ന്. എന്നാൽ വഴിയോരക്കടകളിൽ നിന്നുള്ള വീര്യമുള്ള വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ICUവിൽ കിടക്കുന്ന യോഗ്യരായ രോഗികൾക്ക് പ്രാതലിനുള്ള ഭക്ഷണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലതാനും. ICUവിലേക്ക് വട ഒളിച്ചു കിടത്തുന്ന ഒരു ഗൂഢപ്രവൃത്തിയായിരുന്നു. 2 അദ്ദേഹം രുചിയോടെ തിന്നു. എൻ്റെ പ്രയത്നം വിഫലമായില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ ICUവിൽ രോഗം ഭേദമായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് ഉരുളക്കിഴങ്ങ് വട കൊടുക്കുന്നത് വളരെ അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. അസാധാരണമായ എൻ്റെ പ്രവൃത്തിയുടെ ചികിത്സാപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ അപ്പോൾ ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്നേ കരുതിയുള്ളൂ. ബാബാജി ആവശ്യപ്പെട്ടു. ഞാനത് ചെയ്തു. 4-ാം ദിവസം ബാബാജിയെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം ആരുമായും ഒരു മുറി പങ്കിടാൻ തയ്യാറില്ലാത്തതുകൊണ്ട് കുളിമുറി, ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയ ഒരു മുറി അദ്ദേഹത്തിനായി ഏർപ്പാട് ചെയ്തു. ഞങ്ങൾ ICUവിലെ ഔപചാരികതകൾ തീർത്ത് അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റി. മുറിയിൽ സമാധാനമായി കിടന്നതിന് ശേഷം ബാബാജി എന്നോട് വാതിലടയ്ക്കുവാനും ജനലുകൾ തുറന്നിടുവാനും ഫാൻ ഓൺ ചെയ്യുവാനും പറഞ്ഞു. ഞാൻ അതെല്ലാം ചെയ്തു. അദ്ദേഹം ഉടനെ ഒരു സിഗരറ്റ് കത്തിച്ചു. ഒരു ഒഴിഞ്ഞ കപ്പിൽ വെള്ളമെടുത്ത് അത് ഒരു താൽക്കാലിക ആശ്രയാക്കി. അന്നും ഇന്നും ഒരു മുൻപുകവലിക്കാരനായ എനിക്ക് ICUവിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരാൾ ഉടനെ ഒരു സിഗരറ്റ് കത്തിക്കുന്നത് കാണുന്നത് വശീകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അത് ആസ്പത്രിയിൽ വച്ച് തന്നെയാകുമ്പോൾ അമൂല്യവും. ലോകത്തിൽ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ചിലതുണ്ട്. മറ്റെല്ലാ കാര്യത്തിലും ബാബാജി വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സന്യാസിയായിരുന്നു എന്നും ഞാൻ പറയും. ഈ ഒരു അവസരത്തിൽ പുകവലിയെക്കുറിച്ച് ഒരു കാര്യം വിശദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്യാസിമാരെ പുകവലി, മദ്യപാനം മുതലായ ദുശ്ശീലങ്ങൾ ഉള്ളവരായി കാണുമ്പോൾ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നു. മോഹൻജിക്ക് വളരെ അടുപ്പമുള്ള വിഠൽ ബാബാജി, ബാബ ഗണേശാനന്ദഗിരി മഹാരാജ്, അവധൂത നാഥാനന്ദജി മുതലായവർ വളരെയധികം പുകവലിക്കുന്നവരാണ്. ഷിർദി സായിബാബയും പതിവായി ഒരു ചില്ലം അഥവാ ഹുക്ക വലിച്ചിരുന്നു. മോഹൻജി അത് വിശദീകരിച്ചു. ഒരു യോഗി, ഒരു ഗുരു പുകവലിക്കുന്നത് ശരീരബോധമുണ്ടാക്കുക, കർമ്മം അനുഭവിച്ചു തീർക്കുക മുതലായ പല കാരണങ്ങൾ കൊണ്ടാകാം. തൻ്റെ സാധനാകാലത്ത് ഒരവസരത്തിൽ തനിക്ക് ശരീരമുള്ളതായി അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് ഒരിക്കൽ മോഹൻജി പറയുകയുണ്ടായി. അന്ന് ശരീരബോധമുണ്ടാകുവാൻ വേണ്ടി ഒരു ദിവസം 40 സിഗരറ്റ് വരെ വലിച്ചിരുന്നു. അസ്വസ്ഥരായ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ വിഠൽ ബാബാജി വളരെയധികം പുകവലിച്ചിരുന്നതായി താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി. അത് കർമ്മത്തെ എരിച്ചു കളയുവാനുള്ള ഒരു മാർഗമായിരുന്നു. അവധൂത നാഥാനന്ദജി ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തലങ്ങൾ വ്യത്യാസമുണ്ട്. ഞാൻ എന്നിൽ തന്നെ ആയിരിക്കുവാൻ നിശ്ചയിക്കുകയാണെങ്കിൽ ഞാൻ നിർവൃത്തിയിൽ നിലകൊള്ളും. നിങ്ങൾക്കെന്നെ അല്പം പോലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല.
അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു സംഭാഷണം വേണമെങ്കിൽ എനിക്ക് താഴോട്ട് ഇറങ്ങി വരേണ്ടതുണ്ട്. ഇറങ്ങി വരണമെങ്കിൽ ശരീരം മലിനപ്പെടണം. ശങ്കർ മഹാരാജ എന്ന ശക്തനായ നാഥയോഗി മദ്യം കുടിക്കും. അത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ ഉന്മത്തരാക്കും. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് മുന്നിൽ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം സിഗരറ്റാണ് കത്തിക്കുക. മഹായോഗികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മഹത്തായ പദ്ധതികളെക്കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നതുവരെ അവരുടെ ചില ചെയ്തികളെ വിശകലനം ചെയ്യാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് മോഹൻജി ഒരിക്കൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗുരുക്കന്മാരെ അനുകരിക്കുന്ന ശിഷ്യന്മാർക്ക് അതിൻ്റെ നിഗൂഢമായ പ്രയോജനങ്ങൾ കിട്ടുകയില്ല. അവർ അതിൽ ആസക്തരാകുമെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് എനിക്കുണ്ടായിരുന്ന പുകവലി ശീലത്തെ ന്യായീകരിക്കുവാനും വാഴ്ത്തുവാനുമുള്ള എൻ്റെ താല്പര്യത്തെ ക്രൂരമായി നശിപ്പിച്ചു. സജ്ജനങ്ങളെ, സായിബാബയോടൊത്ത് നടന്ന ബാലൻ എന്ന അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ ഞാൻ പാരായണം ചെയ്തത്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.